നമസ്കാരം പ്രിയ മിത്രങ്ങളെ, ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ലക്ഷ്മിയും ഹസ്ബൻഡ് അരുണും കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷത്തോളമായി. ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ലക്ഷ്മി അരുണിനെ കല്യാണം ചെയ്ത് നഗരത്തിലേക്ക് വന്നതാണ്. രാവിലെ 8 മണിക്ക് അരുൺ ജോലിക്ക് പോകാനായി തയ്യാറായി നിൽക്കുകയാണ്. പോകുന്നതിന് മുന്നേ ലക്ഷ്മി ഓടി വന്ന് ഫുഡും കൊണ്ടു കൊടുത്തു. ശേഷം ലക്ഷ്മി ടാറ്റായും കൊടുത്തു തന്റെ ദിനവുമുള്ള കാര്യത്തിലേക്ക് കടന്നു. തുണിയെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടതിന് ശേഷം ഉച്ചയ്ക്ക് മുൻപ് അടുത്ത ഫ്ലാറ്റിലെ ശാന്തിയുമായി കത്തിവെച്ചിരിക്കുന്നതാണ് അവളുടെ മറ്റൊരു ശീലം. അടുത്ത ദിവസം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനായി ഇരുന്നപ്പോഴാണ് ലക്ഷ്മിയുടെ ഫ്ലാറ്റിന്റെ കോളിംഗ് ബെൽ മുഴങ്ങുന്നത്. മുന്നിൽ നിൽക്കുന്നത് ലക്ഷ്മിയുടെ തന്നെ പ്രായമുള്ള ഒരാള്. അയാളുടെ പേര് പറഞ്ഞു, അനിൽ. ഞാൻ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കാൻ വന്നതാണ്. അപ്പോ അയൽക്കാരെ ഒന്ന് പരിചയപ്പെടാം എന്ന് കരുതി വന്നതാണ്, അനിൽ പറഞ്ഞു. കയ്യിൽ ഒരു ബൗളിൽ പാൽപ്പായസവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആളെ കണ്ട ഷോക്കിൽ നിന്ന് മാറി അനിലിനെ അകത്തേക്ക് ക്ഷണിച്ചു ലക്ഷ്മി. അനിൽ അകത്തേക്ക് വന്ന് അവിടെയുള്ള സോഫയിലിരുന്നു. ലക്ഷ്മി പായസം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ബൗൾ തിരികെ നൽകി. കുടിക്കാനായി നേരത്തെ തയ്യാറാക്കി വെച്ച സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തു കൊടുത്തു. അനിൽ എന്ത് ചെയ്യുന്നു, അവൾ ചോദിച്ചു. ഞാൻ ആ കാണുന്ന 5 സ്റ്റാർ ഹോട്ടൽ ഷെഫാണ്. ആ സിറ്റിയുടെ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലാണത്. മാഡം എന്ത് ചെയ്യുന്നു, അനിൽ തിരിച്ചു ചോദിച്ചു. ഞാൻ ഹൗസ് വൈഫ്. എന്റെ ഹസ്ബൻഡ് അരുൺ ഇവിടെ ബാങ്കിൽ ഇൻഷുറൻസ് മാനേജരാണ്. ഓക്കെ മാഡം, ഞാൻ എന്നാൽ പോകട്ടെ, അനിൽ പറഞ്ഞു. അതേ, എന്നെ ഈ മാഡം എന്ന് വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി, ലക്ഷ്മി. ശരി ലക്ഷ്മി, അനിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വൈകിട്ട് ഹസ്ബൻഡ് വന്നപ്പോൾ രണ്ടുപേരും ആഹാരത്തിന് ശേഷം ഒരുമിച്ചാണ് ആ പായസം കുടിച്ചത്. രണ്ടുപേർക്കും വല്ലാതെ അത് ഇഷ്ടമായി. ഇത് എവിടുന്നാ പായസം, അരുൺ ചോദിച്ചു. പുതിയ നെയ്ബർ വന്നു, അയാൾ തന്നതാ. ആളൊരു ഷെഫാണ്, ആ കാണുന്ന ഹോട്ടലില്. ആ, നമുക്കൊരു ചീഫ് നെയ്ബറിനെ കൂടെ കിട്ടിയല്ലോ, അരുൺ പറഞ്ഞു. പിന്നെ കുറെ നാളത്തേക്ക് കുറച്ച് ലേറ്റായേ വരൂ, വർക്ക് ലോഡ് കൂടുന്നുണ്ട്, അരുൺ വീണ്ടും പറഞ്ഞു. ഇത് തന്നെയല്ലേ എപ്പോഴും പറയുന്നത്, ലക്ഷ്മി തിരിച്ചു ചോദിച്ചു. നല്ലൊരു നാളത്തേക്കല്ലേ മോളെ, ഞാൻ കിടക്കട്ടെ, നല്ല ക്ഷീണം, അരുൺ ബെഡിലേക്ക് കിടന്നു. ലക്ഷ്മി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ബെഡ്റൂമിലെത്തിയപ്പോഴേക്കും അരുൺ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കുറച്ചു നാളായി ഇങ്ങനെയാണ്, നേരത്തെ ഉറങ്ങും. രാവിലെ അരുണിനെ യാത്രയാക്കിയ ശേഷം ഡോറടയ്ക്കാൻ നേരമാണ് അനിൽ അതിലെ പോകുന്നത് കണ്ടത്. ഹലോ അനിൽ. ഹായ് ചേച്ചി. ചേച്ചിയോ? ഏയ്, ഞാൻ ചുമ്മാതെ പറഞ്ഞതാ. അതെ, പായസം നന്നായിരുന്നു, ഏട്ടനും വളരെ ഇഷ്ടമായി കേട്ടോ, ലക്ഷ്മി പറഞ്ഞു. താങ്ക് യു. എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ പേഴ്സണൽ വർക്കൊക്കെ എടുക്കാറുണ്ട്. അല്ല, അപ്പോൾ വർക്കിംഗ് ഡേ എത്ര മണിവരെയാണ്, ലക്ഷ്മി ചോദിച്ചു. ദിവസം 8 മണിക്കൂറാണ് ഡ്യൂട്ടി, പിന്നെ ഷിഫ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാൻ പോട്ടെ, ഇനിയും നിന്നാൽ ലേറ്റാവും, കാണാം, അനിൽ പറഞ്ഞു. അപ്പോഴാണ് ശാന്തി അങ്ങോട്ട് കയറി വന്നത്. എടി, നീ ആ പുതിയതായി വന്ന നമ്മുടെ നെയ്ബറിനെ കണ്ടോ? പിന്നെ ഇന്നലെ പായസം കൊണ്ട് തന്നിരുന്നു, നല്ല രുചിയുമായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. ഞങ്ങൾക്കും കിട്ടി, അച്ഛന് നല്ലപോലെ ഇഷ്ടമായി. എന്താ പെണ്ണെ, അയാളെ കുറിച്ച് പറയുമ്പോൾ ഒരു തിളക്കം മുഖത്ത്, ലക്ഷ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് പോടി, ചുമ്മാ കളിയാക്കാതെ. എല്ലാം മനസ്സിലാകുന്നുണ്ട്. അന്ന് വൈകിട്ട് ലക്ഷ്മി പാൽ മേടിച്ചു വരുന്ന വഴി ഫ്ളാറ്റിന്റെ താഴെ വെച്ച് അനിലിനെ കണ്ടു. രണ്ടുപേരും ഹായ് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി. അനിലിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ലക്ഷ്മി ചോദിച്ചു. അമ്മ ചെറുപ്പത്തിലേ മരിച്ചു, അച്ഛൻ കഴിഞ്ഞ വർഷവും. ഒരു സിസ്റ്റർ ഉണ്ട്, അവളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ കാനഡയിലാണ്, അനിൽ പറഞ്ഞു. ഓ സോറി, ലക്ഷ്മി പറഞ്ഞു. എന്തിന്, എല്ലാം മറക്കാനുള്ളതല്ലേ. ആട്ടെ, ലക്ഷ്മിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അനിൽ ചോദിച്ചു. അച്ഛനും അമ്മയും പിന്നെ ഞാനും, ഒറ്റ മോളാണ്. അവരെല്ലാം ഇപ്പോൾ നാട്ടിലാണോ, അനിൽ ചോദിച്ചു. അതെ, ഇടയ്ക്ക് അങ്ങോട്ട് പോകും, അവർ ഇങ്ങോട്ടും വരാറുണ്ട്. അങ്ങനെ സംസാരിച്ച് അവരുടെ ഫ്ലാറ്റിന്റെ മുന്നിലെത്തി. അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. പക്ഷേ ലക്ഷ്മിയുടെ മനസ്സിൽ ആ സംസാരം എല്ലാം വല്ലാത്ത ഒരു ഫ്രഷ്നെസ് കൊണ്ടുവന്നു. ലക്ഷ്മി മനസ്സിൽ ആലോചിച്ചു,
ദൈവമേ, എന്താണ് ഒരുതരം ഇതുവരെ ഇല്ലാത്ത മറ്റൊരു വികാരം തോന്നുന്നത്? അടുത്ത ദിവസം ഒരു ഉച്ചയായി കാണും. അനിൽ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നു. ലക്ഷ്മി ആഹാരം കഴിച്ചോ? ഇല്ല, ടൈം ആയിട്ടില്ലല്ലോ. 1 മണി കഴിയും ആഹാരം കഴിക്കുമ്പോൾ. അല്ല, ഇന്ന് പോയില്ലേ ജോലിക്ക്? ഇന്ന് ലീവ് എടുത്തു. അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു ഡിഷാണ്, കപ്സ. ലക്ഷ്മിക്കായി കൊണ്ടുവന്നതാണ്. ഇതാ പിടിച്ചോ. അയ്യോ, ഇതൊക്കെ എന്തിനാ എനിക്കായിട്ട്? ലക്ഷ്മി ചോദിച്ചു. വേറെ ആർക്ക് കൊടുക്കാനാണ് ലക്ഷ്മി? ഇവിടെ എനിക്ക് ആകെ പരിചയം അടുപ്പമുള്ളത് തന്നോടല്ലേ. കൊണ്ടുവന്നാൽ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തിരിച്ചു കൊണ്ടുപോയേക്കാം. അങ്ങനെ കൊണ്ടുപോകണ്ട. ആട്ടെ, അനിൽ കഴിച്ചോ? ഇല്ല, പോയിട്ട് വേണം കഴിക്കാൻ. എനിക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ അതും കൂടെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് കഴിക്കാം. അതാകുമ്പോൾ എന്റെയും പാചകത്തിന്റെ ടേസ്റ്റ് അറിയാമല്ലോ. എന്നാ ശരി, ഇതാ വരുന്നു. അങ്ങനെ ലക്ഷ്മിയും അനിലും കൂടി 2 പ്ലേറ്റും വെച്ച് ഡൈനിങ് ടേബിൾ സെറ്റാക്കി. അനിൽ വന്നതിന് ശേഷം ഒരുമിച്ച് ആഹാരം കഴിക്കാനിരുന്നു. ഞാൻ തന്റെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ. നെക്സ്റ്റ് ടൈം ഞാൻ തന്റെ ഹസ്ബൻഡിന് കൂടി ഫുഡ് റെഡിയാക്കാം, അനിൽ പറഞ്ഞു. ഓ, അതൊന്നും കുഴപ്പമില്ല. ലക്ഷ്മി അതും പറഞ്ഞ് ആഹാരം കഴിച്ചു. കഴിച്ചതിന് ശേഷം ലക്ഷ്മി കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. എന്റെ അനിലെ, എന്താണ് ഇതിന്റെ പേര്? കപ്സ. എന്ത് പറ്റി, ഇഷ്ടമായില്ലേ? അനിൽ ചോദിച്ചു. ആയില്ലെന്നോ? ഇത്രയും രുചിയുള്ള ആഹാരം ഞാൻ കുറെ നാൾക്ക് ശേഷം ഇന്നാണ് കഴിക്കുന്നത്. ഇതിന്റെ റെസിപ്പി എനിക്കും വേണം കേട്ടോ. ഞാനും ഒന്ന് ട്രൈ ചെയ്യട്ടെ. അതിനെന്താ, നമ്പർ ഇതാ, ഞാൻ വാട്സപ്പ് ചെയ്യാം. ഇതിന്റെ എന്നല്ല, വേറെ നല്ല ഫുഡിന്റെ റെസിപ്പി അയച്ചു തരാം, അനിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, പിന്നെ ലക്ഷ്മിയുടെ പാചകം ഒട്ടും മോശമൊന്നും അല്ല കേട്ടോ. ഈ കേരക്കറി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ചുമ്മാ പൊക്കി പറയല്ലേ അല്ലേ? അല്ലെന്നേ, സത്യം. ഇതിലെന്താ മോശം പറയാൻ? അനിൽ പറഞ്ഞു. ലക്ഷ്മി അന്ന് പതിവിൽ കൂടുതൽ ആഹാരം കഴിച്ചു. അതെ, തന്റെ നമ്പർ തരാമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? താല്പര്യം ഉണ്ടായാൽ മതി കേട്ടോ, അനിൽ ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമില്ല, സേവ് ചെയ്തു. ലക്ഷ്മി നമ്പർ പറഞ്ഞു കൊടുത്തു. താങ്ക് യു. ഞാൻ ഇപ്പോൾ ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്യാം. ബൈ, പോട്ടെ, കാണാം. അനിൽ പോയി. അതിനുശേഷം ലക്ഷ്മിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഹായ്, ഞാൻ അനിലാണ്, ഇതാണ് എന്റെ നമ്പർ. ലക്ഷ്മി ആ നമ്പർ സേവ് ചെയ്തു. സമയം 8 മണി കഴിഞ്ഞപ്പോഴാണ് അരുൺ എത്തിയത്. ഇനി ദിവസവും ഇത്ര നേരം ലേറ്റ് ആവുമോ? ലക്ഷ്മി ചോദിച്ചു. ഇനി ഇതിൽ ലേറ്റ് ആയില്ലെങ്കിലാണ് അത്ഭുതം. താനൊന്ന് ക്ഷമിക്കടൂ, അരുൺ പറഞ്ഞു. എന്നാൽ കുളിച്ചിട്ട് വാ, ആഹാരം കഴിക്കാം, ലക്ഷ്മി പറഞ്ഞു. അരുൺ കുളിച്ചതിന് ശേഷം ആഹാരം കഴിക്കാനിരുന്നു. അരുണിനോട് ഇന്ന് ഉച്ചയ്ക്ക് അനിൽ വന്നതും ആഹാരം ഒരുമിച്ച് കഴിച്ചതും പറയാൻ ലക്ഷ്മിക്ക് തോന്നിയില്ല. അരുൺ ആ സമയം കൊണ്ട് ആഹാരം കഴിച്ച് നേരെ പോയി കിടന്നു. ഹലോ, ഉറങ്ങാൻ കിടന്നോ? ലക്ഷ്മി ചോദിച്ചു. നല്ല ക്ഷീണോടൂ, താനും വാ, ഞാൻ ആ പ്ലേറ്റെല്ലാം കഴുകിയിട്ട് വരാം. ലക്ഷ്മി പ്ലേറ്റെല്ലാം കഴുകി ബെഡിൽ വന്നിരിക്കുമ്പോഴാണ് അനിലിന്റെ മെസ്സേജ് വന്നത്. ഹായ്, 100 ആയുസാണ് കേട്ടോ തനിക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അനിൽ ചോദിച്ചു. ഞാൻ തന്റെ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഹോ, ഫുഡെല്ലാം കഴിച്ചോ? ലക്ഷ്മി ചോദിച്ചു. അനിൽ പ്ലേറ്റ് കഴുകി വെച്ചുള്ള ഒരു സെൽഫി ഫോട്ടോ അയച്ചു കൊടുത്തു. പരിപാടിയെല്ലാം കഴിഞ്ഞ് റെസ്റ്റിലാണ്. അവിടെയോ? അനിൽ ചോദിച്ചു. ഞാനും അതെ. ലക്ഷ്മി സെൽഫി അയച്ചില്ല, പകരം കഴുകി വെച്ച് ക്ലീനാക്കിയ ഫോട്ടോ അയച്ചു കൊടുത്തു. ഹസ്ബൻഡ് വന്നില്ലേ? അനിൽ വീണ്ടും ചോദിച്ചു. വന്നു, കഴിച്ചു, ഉറങ്ങി, ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല പ്രാസം. അനിൽ എപ്പോഴാണ് ഉറങ്ങുന്നത്? ഒരു 12 മണിയൊക്കെ ആവും ഉറങ്ങാൻ. താനോ? ഞാൻ നേരത്തെ കിടക്കും. ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു 11 മണിയൊക്കെ ആവും. ആ, എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് അനിൽ കിടക്കയിൽ കിടന്ന് ആലോചിച്ചു. അരുണിനെ കൊണ്ട് അവൾക്ക് ഒരു തൃപ്തിയും വരുന്നില്ലെന്ന് മനസ്സിലായി. അവളുടെ ആ നോട്ടത്തിലും ആ സംസാരത്തിലും എല്ലാം. ഒന്ന് വളച്ചാൽ ചിലപ്പോൾ കാര്യം നടക്കും. എന്തായാലും ഒന്ന് വളച്ചു നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഓരോ ആലോചനകളൊക്കെ ആലോചിച്ച് അനിൽ ഉറക്കത്തിലേക്ക് വഴുതി. അങ്ങനെ പിറ്റേന്ന് സമയം ഒരു 5:30 കാണും വൈകിട്ട്. ലക്ഷ്മി അനിലിനെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ വരാനും താമസിക്കും. അനിലിന്റെ ഫ്ലാറ്റിലേക്കൊന്ന് പോയാലോ? അങ്ങനെ ആലോചനയിലിരുന്ന ലക്ഷ്മി പോകണോ വേണ്ടയോ, പോകുമ്പോൾ ഇത്രയും നന്നായി പോകണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു.
അവസാനം മനസ്സ് പറയുന്നത് തന്നെ ലക്ഷ്മി അനുസരിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു. കറുപ്പ് സാരിയിൽ വളരെയധികം സുന്ദരിയായി ഒരുങ്ങി തന്നെയാണ് ലക്ഷ്മി അനിലിന്റെ ഫ്ളാറ്റിലെത്തിയത്. ഫ്ളാറ്റിലെത്തി കതകിൽ മുട്ടി. അനിലാണ് വന്ന് കതക് തുറന്നത്. ലക്ഷ്മിയെ കണ്ടതും അനിലിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. എന്താ സ്ട്രക്ചർ! ആ കറുത്ത സാരിയിൽ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടപ്പോൾ അനിലിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിലാക്കി. എന്താ അനിൽ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്? എന്നെ ആദ്യമായിട്ട് കാണുകയാണോ? ഏയ്, ഞാൻ വിചാരിച്ചു എന്റെ മുമ്പിൽ വല്ല അപ്സരസ് വല്ലതും വന്ന് ഇറങ്ങിയതാണോ. ബാ, കയറി വാ. അനിൽ ലക്ഷ്മിയെ അകത്തേക്ക് വിളിച്ചു. അനിൽ കുടിക്കാനായി ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് ലക്ഷ്മിക്ക് കൊടുത്തു. ലക്ഷ്മി അത് കുടിച്ചതിന് ശേഷം ചോദിച്ചു, ഇത് എന്ത് ജ്യൂസാണ്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അനിൽ. അപ്പോൾ അനിൽ പറഞ്ഞു, 5 ഐറ്റം ചേർത്ത് ലക്ഷ്മിക്ക് വേണ്ടി സ്പെഷ്യലായി പ്രിപ്പയർ ചെയ്താണ് ഞാനിത് ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ടിയോ? പിന്നല്ലാതെ, ഈ ഫ്ലാറ്റിൽ ആദ്യമായി വരുന്ന ഗസ്റ്റാണ് ലക്ഷ്മി. പിന്നെ എങ്ങനെയുണ്ട് എന്റെ ജ്യൂസ്? കൊള്ളാം, സൂപ്പർ. 10 മിനിറ്റത്തോളം അവർ തമ്മിൽ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ലക്ഷ്മിയുടെ കണ്ണ് അടഞ്ഞടഞ്ഞു വരുന്നത് അനിൽ കണ്ടത്. അനിൽ അത് പ്രതീക്ഷിച്ചതുമാണ്. അവൻ അതിനു വേണ്ടിയാണല്ലോ ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്തത്. എന്താണ് ലക്ഷ്മി? ഓ, എന്താണെന്നറിയില്ല, എനിക്കൊരു തല കറങ്ങുന്നത് പോലെ. എനിക്കൊന്ന് കിടക്കണം. എന്തു പറ്റി? ബാ, നമുക്ക് അകത്ത മുറിയിൽ കിടക്കാം, അനിൽ പറഞ്ഞു. ലക്ഷ്മിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അനിൽ പതുക്കെ ചെന്ന് ലക്ഷ്മിയുടെ കൈയെടുത്ത് അനിലിന്റെ തോളയിലിട്ട് പതുക്കെ ബെഡ്റൂമിലേക്ക് പോയി. ബെഡ്റൂമിൽ കൊണ്ടുചെന്ന് ബെഡിൽ ലക്ഷ്മിയെ കിടത്തി. മലർന്നു കിടക്കുന്ന അവളുടെ ആ രൂപം, അവളുടെ ആ സൗന്ദര്യം, ഇത് കണ്ട് അവനെ മത്തു പിടിപ്പിച്ചു. അവൻ പതിയെ ബെഡിന്റെ സൈഡിലിരുന്നു. കുറച്ചു നേരം കൂടി അവളുടെ ആ ശരീര സൗന്ദര്യമെല്ലാം ആസ്വദിച്ചതിന് ശേഷം അവൻ അവന്റെ കുൽസിത പ്രവൃത്തികളിലേക്ക് കടന്നു.